ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ശക്തമായ കരുനീക്കങ്ങളാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. തീവ്ര ഇസ്ലാമിക ചിന്തകളുള്ളവരെ പൗരത്വം പോലും റദ്ദാക്കി മടക്കി അയക്കുവാൻ ജർമ്മനി അടക്കമുള്ള ചില രാജ്യങ്ങൾ നീക്കം നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള മതതീവ്ര നിലപാടുകളുള്ള വിദ്വേഷ പ്രസംഗകരെ UK പ്രവേശിപ്പിക്കില്ലെന്ന കർശന നിലപാടുകളുമായി UK സർക്കാർ രംഗത്ത് വന്നത്. തീവ്രവാദത്തിന് ആളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് നേരിടാനാണ് UK സർക്കാർ ഇപ്പോൾ പദ്ധതിയിടുന്നത്. അത് എല്ലാ അർത്ഥത്തിലും തീവ്ര ഇസ്ലാമിസ്റ്റ് മതപ്രഭാഷകർക്ക് എതിരെയുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. ഇതുപ്രകാരം തയ്യാറാക്കിയ പട്ടികയിലുള്ളവർ ഇനി UK പ്രവേശിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കപ്പെടുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ ദശലക്ഷക്കണക്കിന് പൗരന്മാർ സമാധാനപരമായി അനുഷ്ഠിക്കുന്ന ഒന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസമെന്നും അതിനെ വഴിതിരിച്ചുവിട്ട് രാജ്യത്തെ ശിഥിലമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഇത്തരക്കാരുടെ ഇസ്ലാമിക തീവ്ര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമെന്നും സമൂഹത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളിലേക്ക് ഇസ്ലാമിക തീവ്രവാദികളും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും അതിതീവ്രമായ മതതീവ്രവശം പടർത്തുകയാണെന്നും ബ്രിട്ടൻ്റെ വിസയിൽ ഇവിടെ അയക്കുന്നവർ അത്തരത്തിലുള്ള മതവിദ്വേഷം പ്രകടിപ്പിക്കുകയോ പ്രതിഷേധിക്കുകയോ ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ഇവിടെ തുടരാനുള്ള അവരുടെ എല്ലാത്തരം അവകാശങ്ങളും ഞങ്ങൾ ഇല്ലാതാക്കുമെന്നും സർക്കാർ പറയുന്നു. ബ്രിട്ടീഷ് പൗരത്വമുള്ളവർ പ്രതിഷേധിക്കുമ്പോൾ അത് മാന്യമായും സമാധാനപരമായും സഹപൗരന്മാരോട് സഹാനുഭൂതിയോടെയും ആയിരിക്കണമെന്നും ആ പ്രതിഷേധത്തെ ഹൈജാക്ക് ചെയ്യാൻ തീവ്രവാദികളെ അനുവദിക്കരുതെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇസ്രായേലിൽ കയറി തീവ്രവാദി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ട് തിരിച്ചടി വാങ്ങുന്ന ഹമാസിനെ അനുകൂലിച്ച് ബ്രിട്ടനിൽ തീവ്രവാദ അനുഭാവികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച പശ്ചാത്തലത്തിൽ പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങിയ പാലസ്തീൻ അനുകൂല പ്രകടനക്കാരെ ഉദ്ദേശിച്ചായിരുന്നു UK പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. കഴിഞ്ഞ ശനിയാഴ്ച പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിന്റെ മറ്റൊരു തരംഗത്തിനായി ആയിരക്കണക്കിന് ആളുകളായിരുന്നു ലണ്ടൻ തെരുവിലിറങ്ങിയത്. സമാധാനപരമായി ജീവിക്കുന്ന മുസ്ലിമുകളെ കൂടെ തീവ്രവാദത്തിന് പ്രേരിപ്പിക്കുന്നത് മതതീവ്രവാദികളായ ഇസ്ലാമിക പ്രഭാഷകരാണെന്ന് വ്യക്തമായതോടെയാണ് അത്തരക്കാർക്കെതിരെ ശക്തമായ നീക്കത്തിന് ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ തയ്യാറായത്. അത്തരക്കാർക്ക് സമൂഹത്തിൽ സ്ഥാനമില്ലെന്നും നിയമം അനുസരിക്കുന്ന ഭൂരിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നതിനോ തടസ്സപ്പെടുത്തുന്നതിനോ ഉള്ള ഒരു തന്ത്രങ്ങളും തങ്ങൾ വെച്ചുപൊറിപ്പിക്കില്ലെന്നും ബ്രിട്ടീഷ് സർക്കാർ വക്താവ് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ജർമ്മനിക്കും ഫ്രാൻസിനും ഇറ്റലിക്കും പോളണ്ടിനും പിന്നാലെ മറ്റൊരു യൂറോപ്യൻ രാജ്യമായ UK തീവ്രവാദം പ്രസംഗിക്കുന്ന ഇസ്ലാം പണ്ഡിതരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു.